ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് ചേലക്കര ദേശത്തിന്റെ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു. അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി ചേലക്കര ആലുക്കാസ് ഗ്രൗണ്ടിന് സമീപം KVK ടവറിൽ ആരംഭിച്ച കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ K സതീഷ് കുമാർ നിർവഹിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ഒരു വികാരം നോക്കിക്കൊണ്ടിട്ട് പറയണം. കാരണം ഈ ഒരു നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ, അപ്പൊ അതിന്റെ കുരുക്കുകളൊക്കെ ഉണ്ട് കുറെ. ഇപ്പൊ പഴയ സാഹചര്യമല്ല, കാലഘട്ടം മാറുന്നു, നമ്മുടെ ജനസംഖ്യ കൂടുന്നു, അതിലേക്ക് ഒരു മാറ്റം എല്ലാ മേഖലയിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നിയന്ത്രണങ്ങൾ പറയുന്ന എല്ലാ നോംസും പാലിച്ചുകൊണ്ട് നമുക്ക് ഇതൊക്കെ നടത്താൻ കഴിയും. അപ്പൊ ആ നിയന്ത്രണങ്ങൾ പറയുന്ന, ആ നിയമത്തിൽ പറയുന്ന എന്തൊക്കെയാണ് അതിന്റെ നോംസ്, അത് പാലിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇത് നടത്താൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഈ വേല ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഈ ചേലക്കര പ്രത്യേകത കാളിയാറോട് നേർച്ച പോലെ തന്നെ മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഉത്സവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അന്തിമഹാകാളനായാലും എല്ലാവരുടെയും ഒരു ഉത്സവമാണ്, നാടിന്റെ ഉത്സവമാണ്. അപ്പൊ അതെല്ലാവരും മികച്ച മാതൃകാപരമായിട്ട് മറ്റു ദേശങ്ങളിലേക്ക് ഇതിന്റെ പെരുമ ആസ്വദിക്കാനായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ഈ ഒരു അന്തിമകാളൻകാവ് വേല ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു. വേല കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ PK അധ്യക്ഷത വഹിച്ചു. ചെറിയ ചടങ്ങാണ്, വലിയൊരു ദേശത്തിന്റെ ചെറിയൊരു ചടങ്ങാണ്. നമുക്കെല്ലാവർക്കും ഇക്കൊല്ലം ഈ വന്നിട്ടുള്ളവർക്കും നമ്മളെ കേൾക്കുന്നവർക്കും വളരെ വലിയൊരു ചുമതലയുണ്ട്. ദേശക്കാർക്കുണ്ട്, ചേലക്കര നിവാസികൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ എല്ലാ ചടങ്ങുകളും ആചാരങ്ങളോടും കൂടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു വേലയാണ് ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന, നമ്മുടെ ദേശവാസികൾക്കും പുറമേ നിന്ന് വരുന്നവർക്കും ആസ്വാദ്യകരമായിട്ടുള്ള നല്ലൊരു വേല എല്ലാ ചടങ്ങുകളും ഭംഗിയായി നടത്തിക്കൊണ്ട് വെടിക്കെട്ടുകൾ നടത്തും. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 നേരത്തെ വെടിക്കെട്ട് അടക്കം എല്ലാവർക്കും സന്തോഷപ്രദമായിട്ടുള്ള, എല്ലാവർക്കും നല്ലൊരു സ്വപ്നം നൽകുന്ന ഒരു വേലയാണ് നമ്മൾ നടത്തുന്നത്. എല്ലാവരുടെയും സഹകരണം വേണം. ഇപ്പോഴും നമ്മൾ ഈ പുറമേക്ക് പോകുമ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമില്ല, പറയാൻ പറ്റുമെന്ന് അറിയില്ല. കഴിഞ്ഞ കാലത്ത് പിരിവുകൊണ്ട് നമുക്ക് വെടിക്കെട്ട് നടത്തുന്നൊരു പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നാൽ നമുക്ക് ഈ പരിപാടി നന്നാക്കാൻ പറ്റില്ല. ഇതൊരു അറിയിപ്പാണ്. ഈ ചടങ്ങിൽ പറയേണ്ട കാര്യം അല്ലെങ്കിൽ കൂടി ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എല്ലാവരും, എന്താണ് എല്ലാ ദേശക്കാരും പിരിവ് തന്നിട്ടുണ്ട്. ആ പിരിച്ച കാശ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വേറെ കുറേ ചടങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ഇക്കൊല്ലം നല്ല രീതിയിൽ വെടിക്കെട്ട് നടത്തണമെങ്കിൽ എല്ലാവരും, ഈ വേലയെ സ്നേഹിക്കുന്ന എല്ലാവരും അവരവർക്ക് കഴിയുന്ന രീതിയിൽ സഹായ സഹകരണം നൽകിയാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ നമ്മുടെ എല്ലാവരും ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ വേലയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് നല്ലൊരു വേലയാക്കി, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നല്ല വേലയാക്കി, ചടങ്ങുകളും ആചാരങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകുന്ന നല്ല വേലയാക്കി നമുക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ എല്ലാ ദേശവാസികളുടെയും പൂർണ്ണ സഹകരണം, അകമഴിഞ്ഞ സഹകരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത്, ഡോക്ടർ സതീഷ് പരമേശ്വരൻ, വാർഡ് മെമ്പർ T ഗോപാലകൃഷ്ണൻ, ഡോക്ടർ പ്രേംകുമാർ, നാരായണൻ സ്വാമി, ഡോക്ടർ BR ഉണ്ണികൃഷ്ണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കൃഷ്ണനുണ്ണി പിഷാരടി, സുരേഷ് സ്വാമി, ബേബി വർണിക, കൃഷ്ണൻ കുറുമല, ദിവാകരൻ, സെക്രട്ടറി T കേശവൻകുട്ടി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച്, ഒരു പരിധിവരെ മാറ്റം അനുസരിച്ചും അല്ലാതെ നമ്മുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ചേലക്കര അന്തിമഹാകാളൻകാവ് വേല ആഘോഷിക്കുന്നത്. ഈ വേലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചേലക്കര ഞങ്ങളൊരു 10 വർഷം മുമ്പ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്തോ പൊക്കുന്നതിൽ ചേലക്കരയുടെ ചരിത്രം എന്നേ പൊക്കി. ചേലക്കരയുടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പറയണമെങ്കിൽ അത് അന്തിമഹാകാളൻകാവ് വേലയെ ഒഴിച്ചുകൊണ്ടൊരു ചരിത്രം ചേലക്കരയ്ക്ക് ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2 വർഷത്തോളമായി ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വേല വെടിക്കെട്ടായിട്ട് നാട്ടിലൂടെ പങ്കെടുത്തിരുന്നതാണ്.
ഈ ഇത്രയും കാലം ഇവിടെ ഈ ആശുപത്രിയിൽ ജോലി കാരണം കൊണ്ട് നമുക്ക് വേല ദിവസം മുഴുവനായിട്ട് വേല ആഘോഷിക്കാൻ പറ്റിയ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫുൾ ടൈം എൻഗേജഡ് ആയിരിക്കും. എന്നാലും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഈ നല്ല രീതിയിൽ വേല നടന്നിരുന്നു. ഇപ്പോൾ 3-4 വർഷമായിട്ട് നമുക്ക് അത് പല കാരണങ്ങളും കോവിഡ് പോലത്തെ കാരണങ്ങളെ കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വർഷം നമുക്ക് വളരെ ഭംഗിയോട് കൂടി അത് നടത്തണം. കൂട്ടായ്മയുടെ അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ വലിയൊരു ഒന്നിച്ചുള്ളൊരു കൂട്ടായ്മയാണ് ഈ വേല. ഞാൻ ഏകദേശം 30 വർഷമായി ചേലക്കരക്കാരനായിട്ട് ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒട്ടനവധി പരിപാടികൾ ചേലക്കരയുടെ ഈ ഒരു ഉത്സവത്തിന് നമുക്ക് പങ്കുചെല്ലാനും അതിന് ചില പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുവാനും സാധിച്ചു. മാത്രമല്ല അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ചരിത്ര പുസ്തകം എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മഹാഭാരതാവിൻ്റെ ചരിത്രം എഴുതുവാനും ഈ ചേലക്കരയുടെ ചരിത്രം എഴുതുവാനും ഒരു നിയോഗം എനിക്ക് സാധിച്ചതും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും തന്നെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൗഢിയോടുകൂടി തന്നെ നമുക്ക് നടത്താൻ വേണ്ടി ഇവിടെയുള്ള എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണം. ഒരുപാട് ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, വെടിക്കെട്ടുണ്ട്, പഞ്ചവാദ്യമുണ്ട്. ഒപ്പം തന്നെ വേല കൊണ്ടുപോകുന്നതിന് ഇപ്പോഴുള്ള ആൾക്കാർ മൊത്തം ഉണ്ടാവണം. ഇതിൽ അനാവശ്യ വിവാദം ഉണ്ടാക്കാണ്ട് നമ്മുടെ നാടിന്റെ പരിപാടി ഏറ്റവും അന്തസ്സിൽ നടത്താൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞു. യാത്ര തുടങ്ങാം. നല്ല രീതിയിൽ ഇപ്രാവശ്യം വേല വെടിക്കെട്ടും വേലയും നടത്താൻ നമുക്ക് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊടുക്കുന്നു. മാർച്ച് 22-ാം തീയതി ശനിയാഴ്ചയാണ് പ്രസിദ്ധമായ അന്തിമഹാകാളൻകാവ് വേലാഘോഷം. CCV ന്യൂസ്, ചേലക്കര.